ഹൃദ്രോഗ ചികിത്സയിൽ ഒരു പുതിയ അധ്യായം രചിക്കുന്ന അത്യാധുനികമായ എവിഗോ MMG സംവിധാനം കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. എവിഗോ പ്ലസ് MMG അത്യാധുനിക ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് സംവിധാനമാണ്. ഇതിലൂടെ ഹൃദയത്തിലെ ധമനികളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ചിത്രങ്ങൾ എടുക്കാനാകും. ഈ ഉപകരണം ധമനികളുടെ അകത്തെ ഭാഗത്ത് ഒരു ചെറിയ ഉപകരണം കടത്തിവിട്ട് അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നു. ഈ ചിത്രങ്ങളിലൂടെ ഡോക്ടർമാർക്ക് ധമനികളുടെ ആകൃതി, വലിപ്പം, അതുപോലെ ധമനികളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന ധമനിയുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഈ സംവിധാനം വളരെ ഉപയോഗപ്രദമാണ്. ധമനിയിലെ തടസ്സങ്ങൾ മൂലം ഹൃദയത്തിന് ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വന്ന് ഹൃദയ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം. LMPCA എന്ന ചികിത്സയിലൂടെ തടസ്സങ്ങൾ മാറ്റി ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം സുഗമമാക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ സുനീബ, ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ ടോം ജോസ് കാക്കനാട്, ദിൽന രാഹുൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഒന്ന് രണ്ട് പുതിയ മെഷീൻസ് മുതൽക്കൂട്ടായി വരുന്നതുകൊണ്ടാണ്. നമ്മൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സെൻറ്റേഴ്സ് കുറവാണ്. കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് മെയിൻ ഇടതുഭാഗത്തെ മെയിൻ രക്തക്കുഴൽ അതിൽ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി. ഒരുപാട് കാൽഷ്യം അടങ്ങി കാൽസ്യമിക് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. പിന്നെ ഈ ബൈഫർക്കേഷൻ രണ്ട് ബ്രാഞ്ച് ചെയ്യുന്ന ഒരു രക്തക്കുഴൽ രണ്ടായി ബ്രാഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യുന്നതാണ് ബൈഫർക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി. പിന്നെ ഉള്ളത് ക്രോണിക് ടോട്ടൽ ഓപ്പറേഷൻ, ഫുൾ ബ്ലോക്ക് ആയ ആർട്ടറി ചിലപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് അത് ഓപ്പൺ ചെയ്യേണ്ടി വരും. അതാണ് ക്രോണിക് ടോട്ടൽ ഓപ്പറേഷൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കുറേ കാലകാലങ്ങളായി നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എന്നാൽ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വെസലിൻ്റെ ലൂമിനൽ സൈസ്, ഡയമീറ്റർ, ലെങ്ത്, പിന്നെ അതിൻ്റെ കാൽഷ്യത്തിൻ്റെ അളവ് ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ പുതുതായി വന്ന വിദ്യകളാണ് ഈ ഇൻട്രാവാസ്കുലർ ഇമേജിങ്. അതിൽ രണ്ടെണ്ണമാണ്. ഒന്ന് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, പിന്നെ ഒന്ന് ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫി. അൾട്രാസൗണ്ട് സൗണ്ട് ബേസ്ഡ് സിസ്റ്റം, മറ്റേത് ലൈറ്റ് ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഈ അൾട്രാസൗണ്ട് തന്നെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അപ്ഗ്രേഡേഷൻസ് വരും, റിനോവേഷൻസ് വരും. അപ്പോൾ അങ്ങനെ വന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. അതിൽ നമുക്കിപ്പോൾ രക്തക്കുഴലുകളുടെ കത്തീറ്റർ, ക്യാമറ കത്തീറ്റർ കടത്തി രക്തക്കുഴലിന്റെ സൈസും അതിലുള്ള കാൽഷ്യവും അതിന്റെ ഘടനയെല്ലാം മനസ്സിലാക്കി അത് മുമ്പൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് വലിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പുതിയ AI ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം